ഒരു കപ്പ് റവ കൊണ്ട് ഒരു ബൺ ദോശയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. 250 ml ഒരു കപ്പ് റവയാണ്. നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്തതോ ആയ റവ ഇതിനു വേണ്ടി എടുക്കാം. ഞാനിവിടെ വറക്കാത്ത റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് തേങ്ങയാണ്. റവ എടുത്ത് അതേ അളവിൽ തന്നെ ഞാൻ തേങ്ങ എടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഒരു 5 ചെറിയ ഉള്ളി ഞാനിതാ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് സൈസിൽ വളരെ ചെറുതായതുകൊണ്ട് ഞാൻ 5 എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സാദാ ജീരകവും കൂടി ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അരക്കുമ്പോൾ ഞാൻ ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഉപ്പാണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഞാനിപ്പോൾ ഇതിവിടെ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറേശ്ശെയായി ഞാൻ ഈ റവ എടുത്തിരുന്നില്ലേ അതേ അളവിൽ തന്നെ വെള്ളം ചേർത്താണ് ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത്. വെള്ളം ഒരുപാട് കൂടരുത്, പക്ഷെ എന്നാലും തീരെ കട്ടിയും ആവരുത്. ഞാൻ ഇതിലേക്ക് ഇതാ ഈ മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി വെള്ളം എടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ നമ്മുടെ ദോശ ബാറ്റർ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. നമ്മൾ സാധാരണ ഇഡ്ഡലി മാവൊക്കെ ഉണ്ടാകുന്നില്ലേ ആ ഒരു അളവിലാണ് ഞാനിത് കലക്കി എടുത്തിട്ടുള്ളത്. നമ്മൾ ഇതിലേക്ക് കൊച്ചുള്ളിയും ജീരകമൊക്കെ ചേർത്തുകൊണ്ട് ഇത് കഴിക്കുമ്പോൾ നല്ലൊരു നെയ്പത്തിരിയുടെ ഒരു ടേസ്റ്റാണ് ഈ ദോശയ്ക്ക്. അപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ കുറച്ച് എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എള്ള് ചേർക്കണം നിർബന്ധമൊന്നുമില്ല. എള്ള് കഴിച്ചാൽ നമുക്ക് നല്ലതാണല്ലോ ശരീരത്തിന്, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന ചട്നി റെഡിയാക്കാം. അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ചെറിയ ഉള്ളി, കുറച്ച് പൊട്ടുകടലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പൊട്ടുകടല ചേർത്താൽ തന്നെ നമ്മുടെ ചട്നിക്ക് നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാന്താരി മുളകാണ്. നല്ല എരിവുള്ള കാന്താരി മുളകായതുകൊണ്ട് ഞാൻ 3 മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഇതിന് പകരം നമുക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് ഞാനിത് അരച്ച് കടുക് താളിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചട്നി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. പാൻ ചൂടാകുമ്പം അതിലേക്ക് ഓരോ തവി മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അത് പരത്തേണ്ട ആവശ്യമില്ല. ഇത് നല്ല ബൺ പോലെയാണ് നമുക്ക് ഈ ദോശ കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ കുറച്ച് ബബിൾസ് വരുമ്പോൾ നമുക്കിതൊന്ന് മൂടി വെക്കാം. അപ്പോൾ നമുക്ക് ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. പിന്നെ നമ്മുടെ ഈ മാവ് ഒരു അരമണിക്കൂറൊക്കെ പൊങ്ങാൻ വെച്ചാൽ ഇതിലും നല്ല ബൺ ദോശയായി കിട്ടും നമുക്ക്. ഞാനിത് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുഴിയുള്ള അപ്പച്ചട്ടിയിൽ ചുട്ടെടുക്കാം. അപ്പോഴും നല്ല ബൺ ദോശയായി കിട്ടും നമുക്ക്. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഇതുപോലെയുള്ള റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.